എല്ലാവർക്കും മൈമിൻറ്റർ PSC ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അന്താരാഷ്ട്ര സംഘടനകളും ആ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സുമാണ്. കഴിഞ്ഞ LDC കൊല്ലം കണ്ണൂർ പരീക്ഷാ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലോകാരോഗ്യ സംഘടനയുടെ WHO ആസ്ഥാനം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആ മേഖലയാണ് നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. മിക്കവാറും ഒരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി കൂടിയ ഒരു മേഖല തന്നെയാണിത്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും അന്താരാഷ്ട്ര സംഘടനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സെപ്പറേറ്റ് മറ്റൊരു ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്താരാഷ്ട്ര സംഘടനകളാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ UN ഇതര സംഘടനകളാണ് കൊടുത്തിരിക്കുന്നത്. UN-ന്റെ ഭാഗമല്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന മറ്റ് സംഘടനകളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവസാന ഭാഗത്തായിട്ട് UN-ന്റെ സംഘടനകൾ, UN-ന്റെ എല്ലാ സംഘടനകൾ, ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വരുന്ന സംഘടനകൾ, ഏജൻസികൾ, പ്രോഗ്രാമുകൾ, ഫണ്ടുകൾ, ഇതെല്ലാം തന്നെ അവസാനത്തെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള സ്ഥിരം കേൾക്കുന്ന പേരുകളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ച് വെക്കേണ്ടതാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ക്ലാസ്സിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ആദ്യത്തേത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സാർക്കിൻ്റെ ഫുൾ ഫോം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ്. സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡു ആണ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് സാർക്കിൻ്റെ ആസ്ഥാനം. സാർക്ക് എന്ന് പറയുന്നത് 8 രാഷ്ട്രങ്ങളടങ്ങിയ സംഘടനയാണ്. 8 മെമ്പർ കൺട്രീസ് ഉണ്ട്. ഇന്ത്യ സാർക്കിൻ്റെ ഒരു മെമ്പറാണ്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ്, അങ്ങനെ 8 രാജ്യങ്ങളടങ്ങിയ സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാർക്കിൽ ഇന്ത്യ ഒരു അംഗമാണ്. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്. അതുകൂടാതെ 2 ദ്വീപ് രാഷ്ട്രങ്ങളായ ശ്രീലങ്കയും മാൽഡീവ്സും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. സാർക്കിൻ്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. അടുത്തത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ. നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് ആസിയാൻ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആസിയാൻ്റെ തലസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാൻ്റെ തലസ്ഥാനം. ആസിയാനിൽ 10 രാജ്യങ്ങളുണ്ട്, 10 അംഗരാജ്യങ്ങളുണ്ട്. ഇന്ത്യയും ചൈനയും ഇല്ല, ആസിയാനിലെ മെമ്പേഴ്സ് അല്ല കേട്ടോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് കേട്ടോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, കംബോഡിയ, തായ്ലാൻഡ്, ആ റീജിയനിൽ വരുന്ന 10 രാജ്യങ്ങളാണ് ആസിയാനിൽ ഉൾപ്പെടുന്നത്. ആസിയാൻ്റെ തലസ്ഥാനം ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. 2023 ആസിയാൻ ഉച്ചകോടി നടന്നതും ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ് 2023 കഴിഞ്ഞ വർഷത്തെ ആസിയാൻ ഉച്ചകോടി നടന്നത്. ഇനി ഈ വർഷത്തെ 2024 ആസിയാൻ ഉച്ചകോടി നടക്കാൻ പോകുന്നത് ലാവോസിലാണ്. അടുത്ത ആസിയാൻ ഉച്ചകോടി നടക്കാൻ പോകുന്നത് ലാവോസിലാണ്. ഓക്കെ, അടുത്തത് ദി കോമൺവെൽത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ്. ലണ്ടനിലെ മാൽബറോ ഹൗസിലാണ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം. ലണ്ടനിലെ മാൽബറോ ഹൗസിലാണ്. അടുത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ADB-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫിലിപ്പീൻസിലാണ്. അടുത്തത് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചൈനയിലെ ബീജിങ്ങിലാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് യൂറോപ്യൻ യൂണിയൻ, 27 യൂറോപ്യൻ രാജ്യങ്ങളുള്ള യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. അടുത്തത് ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കയിലെ 55 രാജ്യങ്ങളടങ്ങിയ യൂണിയനാണ്. 55 ആഫ്രിക്കൻ രാജ്യങ്ങളടങ്ങിയ യൂണിയനാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എത്യോപ്യയിലെ അഡിസ് അബാബയിലാണ്. എത്യോപ്യയുടെ തലസ്ഥാന നഗരമായ അഡിസ് അബാബയിലാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് റെഡ് ക്രോസ്
റെഡ് ക്രോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് റെഡ് ക്രോസ്, ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് അല്ല കേട്ടോ, ദേശീയ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല, അത് ന്യൂഡൽഹിയാണ്. ഇത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓക്കെ, അടുത്തത് ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടനിലാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു NGO ആണ്, ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്, NGO ആണ്. മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന NGO ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടനിലാണ്. അടുത്തത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ, ഇന്റർപോൾ അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, നമുക്ക് അറിയാവുന്നൊരു വാക്കാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ഇന്റർപോളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ ലിയോണിലാണ് ഇന്റർപോളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഓപെക്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന, അതിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഓപെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഓപെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓസ്ട്രിയയിലെ വിയന്നയാണ്. അടുത്തത് ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ, ഏപെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരിലാണ്. അപ്പോൾ ഓപെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓസ്ട്രിയയിലെ വിയന്ന, ഏപെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരിലാണ്. ഏപെക്കിൻ്റെ ഫുൾ ഫോം ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ഏപെക്കിൻ്റെ ഫുൾ ഫോം. അടുത്തത് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്, CIS ഫുൾ ഫോം കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് എന്നാണ്. അതിൻ്റെ തലസ്ഥാനം, അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെലാറസിലെ മിൻസ്കിലാണ്. ബെലാറസ് എന്ന രാജ്യത്തെ മിൻസ്കിലാണ് CIS കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആണ്. കോമൺവെൽത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നമ്മൾ പഠിച്ചു? ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് CISൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബെലാറസിലെ മിൻസ്ക് ആണ്. അടുത്തത് ദ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ, ബിംസ്റ്റെക്. ദ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ധാക്കയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ബിംസ്റ്റെക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി, ഐറീന എന്താണ്? ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. ഐറീനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? UAEയിലെ അബുദാബിയിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAEയിലെ അബുദാബിയിലാണ് ഐറീനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. അടുത്തത് ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ, APPU, ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ. അപ്പുവിൻ്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തായ്ലാൻഡിലെ ബാങ്കോക്ക് ആണ്. അപ്പോൾ അപ്പു തായ്ലാൻഡിൽ പോയി അല്ലെങ്കിൽ അപ്പു ബാങ്കോക്കിൽ പോയി എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പു എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ ആണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് തായ്ലാൻഡിലെ ബാങ്കോക്ക് ആണ്. അടുത്തത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ. നമുക്ക് സുപരിചിതമായ വാക്കാണ് നാറ്റോ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ഓക്കെ, അടുത്തത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, സീറ്റോ, SEATO. സീറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? തായ്ലാൻഡിലെ ബാങ്കോക്ക് ആണ്. അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്, സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക് ആണ്. ഓക്കെ, അടുത്തത് അറബ് ലീഗ്, കെയ്റോ ആണ്. ഈജിപ്തിലെ കെയ്റോ നഗരത്തിലാണ് അറബ് ലീഗിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അറബ് ലീഗ് സ്ഥാപിച്ചതും കെയ്റോ നഗരത്തിൽ തന്നെയാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഈജിപ്തിലെ കെയ്റോ നഗരത്തിൽ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചൈന ഓർമ്മ വരും. ചൈനയിൽ തന്നെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയിലെ ബീജിംഗിലാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്, OAS, അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ സംഘടന, ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്, OASൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ DC യിലാണ്.
USA വാഷിംഗ്ടൺ DC-യിലാണ് OASന്റെ ആസ്ഥാനം. അടുത്തത് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി നാഫ്റ്റ. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് നാഫ്റ്റ എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി നാഫ്റ്റയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 3 രാജ്യങ്ങളിലും ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. മെക്സിക്കോയിലുണ്ട്, കാനഡയിലുണ്ട്, USA-യിലുണ്ട്. ഓക്കെ, 3 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളാണ്. 3 രാജ്യങ്ങളിലും ഈ നാഫ്റ്റയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്. മെക്സിക്കോയിൽ മെക്സിക്കോ സിറ്റിയിലാണ്, കാനഡയിലെ ഒട്ടാവയിലാണ്, USA വാഷിംഗ്ടൺ DC-യിലും ആണ്. ഓക്കെ, അടുത്തത് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടന. അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടന IOM, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ആണ് IOMന്റെ ഫുൾ ഫോം. അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ IHO, ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ, അതിൻ്റെ ആസ്ഥാനം മൊണാക്കോയിലാണ്. അപ്പോൾ ഹൈഡ്രോഗ്രാഫി എന്ന് കേൾക്കുമ്പോൾ ഹൈഡ്രോ എന്ന വാക്ക് തന്നെ എന്താ? വെള്ളം, വാട്ടർ എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ, ഹൈഡ്രോ എന്ന വാക്ക്. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ സമുദ്രങ്ങൾ, കടലുകൾ, മറ്റ് ജലാശയങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി സർവേ ഒക്കെ നടത്തുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. IHO, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൊണാക്കോയിലാണ് അതിൻ്റെ IHOയുടെ ആസ്ഥാനം. അടുത്തതാ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD-യുടെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസിലാണ് OECD-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD. അടുത്തത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദുബായ് ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE-യിലെ ദുബായിലാണ് ICC-യുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ICC-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്. അടുത്തത് ഫിഫയുടെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഫിഫയുടെ ആസ്ഥാനം, അല്ലെങ്കിൽ ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ CTBTO, കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് ആണവ പരീക്ഷണ നിരോധിത ഉടമ്പടി. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓസ്ട്രിയയിലെ വിയറ്റ്നയാണ്. CTBTO, കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ, CTBTOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രിയയിലെ വിയറ്റ്നയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ UN ഇതര അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന UN-ന്റെ കീഴിൽ വരുന്ന, അതായത് ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ വരുന്ന സംഘടനകളും ആസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ഐക്യരാഷ്ട്രയുടെ കീഴിൽ വരുന്നതെന്ന് പറയുമ്പോൾ സംഘടനകളുണ്ട്, ഏജൻസികളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്, ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് പഠിക്കാം. എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് തന്നെ പല ഏജൻസികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രമത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം USA-യിലേക്ക് പോകാം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ആസ്ഥാനം വരുന്ന, അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ഏതൊക്കെ ഏജൻസിയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UN-ന്റെ ആസ്ഥാനം, UN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. യുണൈറ്റഡ് നേഷൻസ് UN ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുണിസെഫ് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. യുണിസെഫിൻ്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക് തന്നെയാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP-യുടെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. USA-യിലെ ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP-യുടെ ആസ്ഥാനം. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA, അതിൻ്റെ ആസ്ഥാനവും USA-യിലെ ന്യൂയോർക്കാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? USA-യിലെ ന്യൂയോർക്കാണ്. യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UNDP-യുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UNFPA-യുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിൻ്റെ ആസ്ഥാനം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, ഇത് 3ന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അതുകൂടാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സും ന്യൂയോർക്കിൽ തന്നെയാണ്, USA-യിലെ ന്യൂയോർക്കിലാണ്. ഇനി USA-യിലെ വാഷിംഗ്ടൺ DC-യിൽ 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. IMF-ന്റെ ആസ്ഥാനം എവിടെയാണ്?
USA വാഷിങ്ടൺ DC ആണ്. ഓക്കെ, അപ്പോൾ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി, IMFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. അടുത്തത് WBG ലോക ബാങ്ക് ഗ്രൂപ്പ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. IMFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് WBGയുടെ ഹെഡ്ക്വാർട്ടേഴ്സും വാഷിങ്ടൺ DC. അപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കും അമേരിക്കയിലെ വാഷിങ്ടൺ DCയും നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് കേട്ടോ. കാരണം ജനീവയിൽ ഒരുപാട് ഏജൻസികളുടെ ആസ്ഥാനം ജനീവയിൽ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ലോകാരോഗ്യ സംഘടന WHO, കഴിഞ്ഞ LDC കൊല്ലം കണ്ണൂർ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യമാണ്. WHO ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓക്കെ, അടുത്തത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ WIPO വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ WIPOയുടെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അടുത്തത് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMO കാലാവസ്ഥാ സംഘടനയായ വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMOയുടെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അടുത്ത ലോക വ്യാപാര സംഘടന WTOയുടെ ആസ്ഥാനവും ജനീവ തന്നെയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അപ്പോൾ WHO, WMO, WTO ഇത് മൂന്നിൻ്റെയും ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അത് മാത്രമല്ല, ഇനിയുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് UNITAR യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് UNITARന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് UNRISD യുണൈറ്റഡ് നേഷൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് അതിൻ്റെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് UNHCR യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അതിൻ്റെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അപ്പോൾ ജനീവയിൽ ഇത്രയും ഏജൻസികളുണ്ട്. ഇത്രയും ഏജൻസികളുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് WHO ഉണ്ട്, WMO ഉണ്ട്, WTO ഉണ്ട്, പിന്നെ ILO ഉണ്ട് കേട്ടോ. ലേബർ ഓർഗനൈസേഷൻ്റെയും ട്രേഡ് ഓർഗനൈസേഷൻ്റെയും ആസ്ഥാനം ജനീവ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഓസ്ട്രിയയിലെ വിയറ്റ്നയാണ്. വിയറ്റ്നയിൽ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ UNIDO യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വ്യവസായ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ UNIDOയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയറ്റ്നയിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനവും ഓസ്ട്രിയയിലെ വിയറ്റ്നയാണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം UNODC അതിൻ്റെ ആസ്ഥാനവും ഓസ്ട്രിയയിലെ വിയറ്റ്നയാണ്. അപ്പോൾ ഓസ്ട്രിയയിലെ വിയറ്റ്നയിൽ 3 ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? UNIDO, IAEA, UNODC. ഓക്കെ, അപ്പോൾ അത് 3ഉം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഇറ്റലിയിലെ റോമിൽ 3 ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. ഇറ്റലിയിലെ റോമിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറ്റലിയിലെ റോമിലാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് IFAD ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് IFADയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇറ്റലിയിലെ റോമിലാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറ്റലിയിലെ റോമാണ്. അപ്പോൾ ഇറ്റലിയും റോമും അല്ലെങ്കിൽ ഇറ്റലിയിലെ റോം ഓർത്തിരിക്കാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഇപ്പോൾ അഗ്രികൾച്ചർ കൃഷി, ഇപ്പോൾ ആദ്യത്തെ 2ഉം കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, രണ്ടാമത്തെ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ
ഇറ്റലിയിലെ റോമാണ്. അതുകൂടാതെ ഫുഡ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം. അപ്പോൾ കൃഷി, ഭക്ഷണം, ഭക്ഷ്യ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇറ്റലിയിലെ റോമിലേക്ക് പോവാം. ഓക്കെ, അടുത്തതാ നെതർലാൻഡ്സിലെ ഹേഗ്. നെതർലാൻഡ്സിലെ ഹേഗിൽ 2 ആസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN-ന്റെ ആസ്ഥാനം പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അതുകൂടാതെ ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, OPCW, രാസായുധങ്ങൾ നിരോധിക്കാനായിട്ടുള്ള സംഘടന, അല്ലെങ്കിൽ രാസായുധ നിരോധന സംഘടന, ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, OPCW-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സും നെതർലാൻഡ്സിലെ ഹേഗിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട UN ഏജൻസികളും ആസ്ഥാനങ്ങളും നോക്കാം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ICAO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാനഡയാണ്. കാനഡയിലെ മോൺട്രിയലിലാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ICAO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, IMO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനാണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ. അല്ലേ, നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടിക എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ പാരീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കായതുകൊണ്ട് ഇപ്പോൾ WHO-യുടെ ചോദ്യം വന്നു. അപ്പോൾ പിന്നെ വരാൻ നമ്മളിപ്പോൾ ഏറ്റവും കേൾക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ യുനെസ്കോ, യുണിസെഫ് അങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പോൾ യുനെസ്കോയുടെ ആസ്ഥാനം, യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസ് ആണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിൻ്റെ ആസ്ഥാനം ജർമ്മനിയിലെ ബോണാണ്. UNFCCC-യുടെ ആസ്ഥാനം ജർമ്മനിയിലെ ബോണാണ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി, ഐക്യരാഷ്ട്ര സർവകലാശാല, UNU, യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലെ ടോക്കിയോയിലാണ് UN യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ പ്രോജക്ട് സർവീസസ്, UNOPS എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആസ്ഥാനം ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് UNOPS-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ്, UNRWA. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ്. അപ്പോൾ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UNRWA-യുടെ ആസ്ഥാനം എവിടെയാണ്? 2 സ്ഥലങ്ങളിലുണ്ട് ആസ്ഥാനം. ജോർദാനിലെ അമാനിലുമുണ്ട്, പാലസ്തീനിലെ ഗാസയിലുമുണ്ട്. ഓക്കെ, അപ്പോൾ അമാനിലുമുണ്ട്, അമാൻ നഗരത്തിലുമുണ്ട്, ജോർദാനിലെ അമാനിലുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് പാലസ്തീനിലെ ഗാസ നഗരത്തിലും ഉണ്ട്. 2 സ്ഥലത്തും ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, ആസ്ഥാനങ്ങൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് UN-ന്റെ 3 ഓഫീസുകളും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഞാൻ പറഞ്ഞു UN-ന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം USA-ലെ ന്യൂയോർക്കിലാണ്. ഇനി UN-ന് 3 ഓഫീസുകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ജനീവയിലും, വിയറ്റ്നയിലും, നൈറോബിയിലും. കെനിയയിലെ നൈറോബിയിലും. ജനീവയിലെ UN ഓഫീസ് എന്താണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവ. UNOG, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് അറ്റ് ജനീവ എന്നാണ് UNOG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് UNOV, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് അറ്റ് വിയറ്റ്നാം, ഓസ്ട്രിയയിലെ വിയറ്റ്നാം. അടുത്തത് UNON, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് അറ്റ് നൈറോബി, കെനിയയിലെ നൈറോബിയിലും. അപ്പം 3 UN ഓഫീസുകളും ഉണ്ട്. എവിടെയൊക്കെയാണ്? ജനീവയിലുണ്ട്, വിയറ്റ്നയിലുണ്ട്, നൈറോബിയിലുണ്ട്. ഓക്കെ, ജനീവ, വിയറ്റ്ന, നൈറോബി. ജനീവ സ്വിറ്റ്സർലാൻഡാണ്, വിയറ്റ്ന ഓസ്ട്രിയയാണ്, നൈറോബി കെനിയയിലാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ UN-ന്റെ സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ UN സംഘടനകൾ എന്ന് പറയുമ്പോൾ UN-ന്റെ അണ്ടറിൽ വരുന്ന ഏജൻസികളുണ്ട്, സംഘടനകളുണ്ട്, ഫണ്ടുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. അതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ടും അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
സ്ഥലങ്ങളുടെ ബേസിസിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത് ഓർത്തിരിക്കാനായിട്ട്. പ്രധാനപ്പെട്ട സംഘടനകൾ നിങ്ങൾ എന്തായാലും മറന്നു പോകരുത്, അത് നോക്കി തന്നെ വെച്ചേക്കുക. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച പോലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും നമ്മുടെ ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും പ്രധാനപ്പെട്ട സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും നമുക്ക് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.